FCRA നിയമം കൂടുതൽ കർക്കശമാവുമ്പോൾ ഈ വരുന്ന 28-ാം തീയതി മുതൽ ക്രിസ്ത്യൻ പുരോഹിതർ CBCIയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന തുടങ്ങാൻ പോകുന്നതുണ്ട്. എന്താണ് സാറിൻ്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ഇപ്പം FCRA ബില്ല്, നിയമ ഭേദഗതി ബില്ല് നമുക്കുണ്ട് കേട്ടോ. മൻമോഹൻ സിംഗിന്റെ കാലം തൊട്ടേ ഉള്ളതാണ് ബില്ലുണ്ട്. അപ്പോൾ വിദേശത്തുനിന്ന് വരുന്ന ഫണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മിക്കവാറും ന്യൂനപക്ഷ സമുദായങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ മാതാമൃതാനന്ദമയുടെ ഒക്കെ അവിടെ വരുന്നുണ്ട്. അവരുടെ FCRA ഫണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് 1-2 കാരണം ഗവൺമെന്റിന് ബോധ്യമില്ലാത്ത രീതിയിൽ. അപ്പം ഇവർ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും മാത്രമല്ല, കുഴപ്പമുള്ളവരുടെ ആളുടെയാലും കട്ട് ചെയ്യും. അതാ ഞാൻ ഈ മാതാമൃതാനന്ദമയുടെ കാര്യം പറഞ്ഞത്. നിയമപരമല്ലാത്തത് വന്നാൽ ഗവൺമെന്റ് അത് കട്ട് ചെയ്യും. അപ്പം FCRA ബില്ല് ഭേദഗതി ഇപ്പം ഈ പറയുന്ന അടുത്ത ലോക്സഭാ സമ്മേളനത്തിൽ പാസ്സാവാനുള്ള സാധ്യത. നേരത്തെ നമ്മുടെ ഈ ഇലക്ഷൻ സമയത്തായിരുന്നു ആ ബില്ലിന്റെ ഒരു വിഷയം വന്നത്. ഇലക്ഷൻ ആയതുകൊണ്ട് അതൊന്ന് മാറ്റിവെക്കണം, കൂടുതൽ ചർച്ചയ്ക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ വന്നപ്പോൾ ഇവിടുത്തെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ പോയി, അല്ലെങ്കിൽ ഷോൺ ജോർജും PC ജോർജും ഒക്കെ പോയി ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് BJP കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല എന്നൊക്കെ പോയി പറഞ്ഞ ഒരുപക്ഷെ അതിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണെന്ന് അന്ന് അവർ മാറ്റിവെച്ചു. കിരൺ റിജിജു പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം മാറ്റിവെക്കുന്നു. നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആരുടെയും ഫണ്ട് തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയല്ല, രാജ്യത്ത് വരുന്ന ഫണ്ടിനകത്ത് ആ ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലുണ്ട്. അപ്പോൾ അത് ആ രീതിയിലെ ഫണ്ട് ഇവിടെ വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആരുടെയും ഫണ്ട് തടഞ്ഞു വെക്കുന്നില്ല. നിയമപരമായിട്ട് ഈ വരുന്ന NGOസിനും അല്ലെങ്കിൽ ആതുര സേവനങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള ഒരു ഫണ്ടാണെങ്കിൽ അത് വന്നോട്ടെ. അതിനുശേഷം നിങ്ങൾ ആ ഫണ്ട് വരുന്നത് എന്തിനു വേണ്ടി ചെലവാക്കി എന്നുള്ള കാര്യം ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണമല്ലോ. സത്യസന്ധമായിട്ട് നമ്മുടെ ഒരു ശാലം പൈസ തരുമോ, ഇതിലെ ഭിക്ഷക്കാരനെല്ലാം കൂടെ കൊടുക്കണമെന്ന് നമ്മളെ ഭിക്ഷക്കാരനെല്ലാം കൊണ്ട് കൊടുത്തേച്ച് അത് കൊടുത്തെന്ന് ബോധ്യപ്പെടുത്തിയാൽ കുഴപ്പമില്ലല്ലോ. അല്ലെ ഭിക്ഷക്കാരന് കൊടുക്കേണ്ട കാശ് എന്റെ പെരപണിക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന് അത് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതേ കേന്ദ്ര ഗവൺമെന്റ് ഈ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ചോദിച്ചാൽ പറഞ്ഞല്ലോ. അപ്പം ഇതിനകത്ത് ഇതര മതങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ പ്രാർത്ഥന യജ്ഞത്തിൽ പങ്കെടുക്കണമെന്ന്, അതിനകത്ത് കുർബാന അങ്ങനെ ഉണ്ട്, ജപമാല, പിന്നെ ഉപവാസം, ഇതൊക്കെയാണ് ഇവര് ഇതിനകത്ത് ചേരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കാത്തലിക് കണക്ട്സ് എന്ന മാധ്യമം വളരെ വലിയ വലുപ്പത്തിന്റെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാവുന്നു. അതുപോലെ US ലോ മേക്കേഴ്സ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഈ പറയുന്നത് പോലെ ഉണ്ടായിരുന്ന FCRA ഫണ്ട് വരുന്നതിനകത്ത് FCRA ഫണ്ട് വരുന്നതിന് അനുവദിച്ചിരുന്നു. ഇവിടെ ഈ പറയുന്നത് പോലെ പലരും ഫണ്ട് വാങ്ങിച്ചിരുന്നു. ആ ഫണ്ട് മേടിച്ചതിന് ശേഷം ഇഷ്ടമുള്ള കാര്യത്തിന്, ഇപ്പം വലിയ വലിയ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിനും ഒക്കെ ഈ ഫണ്ട് വരുന്നത് ഒരുപക്ഷെ ചിലപ്പം വികലാംഗരായിട്ടുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായിരിക്കും വരുന്നത്. ഈ കാരണം പറഞ്ഞ് ഇവിടെ ഫണ്ട് വരും. ഈ വരുന്ന ഫണ്ട് അവർക്ക് കൊടുക്കാതെ ഒരുപക്ഷെ ഈ സ്കൂള് പണിയുന്നതിന്, സ്വന്തം കെട്ടിടം പണിയുന്നതിന്, അല്ലെങ്കിൽ ആശുപത്രികൾ പണിയുന്നതിന്, അല്ലെങ്കിൽ ഇവരുടെ സ്ഥലങ്ങൾ കിടപ്പുണ്ടല്ലോ അവിടെ കടകളൊക്കെ പണിഞ്ഞിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നതിന്, എന്നിട്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മാത്രവുമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നത് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം വ്യാപകമായിട്ട് മതപരിവർത്തനത്തിലേക്ക് പോകുന്നുണ്ട്. ആ മതപരിവർത്തനത്തിലേക്ക് പോകുന്നത് മതപരിവർത്തനം നടത്തുന്നതിനപ്പുറം മറ്റു മതങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ കൂടി ആലോചിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി സഹായമാകുന്ന രീതിയിലേക്കുള്ള ആൾക്കാരെ ഉപയോഗപ്പെടുത്തുന്നു. അതായത് നമ്മൾ പറയത്തില്ലേ മാവോയിസ്റ്റ് വേട്ടയിൽ നമുക്ക് രാജ്യത്ത് മാവോയിസ്റ്റുകളെ 2026 അന്ന് അമിത്ഷാ പറഞ്ഞ ഏതോ ഒരു എനിക്ക് തോന്നുന്നു 2-3 മാസം അതുകൊണ്ട് മാവോയിസ്റ്റുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത്തരത്തിലൊരു യജ്ഞം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നമുക്ക് ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നതും ഇന്ത്യക്ക് അകത്ത് ആഭ്യന്തര കലകം ഉണ്ടാക്കാൻ നിൽക്കുന്നതുമായിട്ടുള്ള സംഘടനയാണ്. ആ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലും മതപരിവർത്തനവും മറ്റു ചില വിധ്വംസക പ്രവർത്തനവും ഒക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മണിപ്പൂരിൽ നടക്കുന്ന വിഷയത്തിൻ്റെയൊക്കെ പിറകിൽ ഇവരാണ്. അവിടെ ഈ പറയുന്ന കാര്യമൊന്നുമില്ല. ഇവിടെ പറയുന്ന പോലെ 2 വിഭാഗങ്ങൾ തമ്മിൽ ഉള്ള ഒരു സംഘർഷത്തിന് അത് 2 മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങളൊന്ന് പൊലിപ്പിച്ച് കാണിച്ചു. ഇതിന്റെ പുറകിലെല്ലാം വരുന്ന ഫണ്ട്
ഈ പറയുന്നത് പോലെ FCRAയുടെ കെയർ ഓഫിൽ വരുന്ന ഫണ്ടുകളാണ്. ഇത് മിസ്യൂസ് ചെയ്യുക. ഇത് രാജ്യത്തിനകത്ത് ഇതേ രീതിയിൽ വന്നിട്ട് ഇത് മിസ്യൂസ് ചെയ്യുകയാണ്. അതായത് രാജ്യത്തിനകത്ത് കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി, രാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സം ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള പല രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഈ ഫണ്ട് കൊടുക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് വരുമ്പോൾ തന്നെ ഈ ഫണ്ട് കൊടുക്കാൻ അർഹതയില്ലാത്തവരാണ് വിദേശത്തു നിന്ന് ഈ ഫണ്ട് കൊടുക്കുന്നതാണ് ഇതിന്റെ കെയർ ഓഫിൽ. മനസ്സിലാവുന്നുണ്ട്? അതായത് പല രീതിയിലേക്കുള്ള പ്രവർത്തനം. ഇപ്പൊ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രവർത്തനം അറിയാമല്ലോ. PFI കാരൻ കണ്ടായിരുന്നല്ലോ, 2047 ഇന്ത്യ മഹാരാജ്യം പിടിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നത് അവസാനം ഇവനെ ഗുസ്തി ഉണ്ടാക്കി പരിശോധിച്ച് വന്നപ്പോൾ 2047 ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ കലാപം ഉണ്ടാക്കി അധികാരം വരാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സാമ്പത്തിക സംവിധാനങ്ങളും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കായിക പരിശീലനങ്ങളും കൊടുത്ത ആളിനെ നിർത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. അതിപ്പോൾ കോടതിക്കകത്ത് ഇവിടുന്ന് നമ്മൾ വെളുപ്പാങ്കാലത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റ് വിളിച്ചുണർത്തി കൊണ്ടുപോയി കുറെ ആൾക്കാർ അറിയാലോ. ഇപ്പൊ എവിടാന്നൊന്നും അറിയത്തില്ലല്ലോ, നേതാക്കന്മാരെ അറിയാത്തില്ലേ. PFIയുടെ നേതാക്കന്മാരെയൊക്കെ വെളുപ്പിനെ വന്ന് ഈ ഒരു സുപ്രഭാതി NIA-കാരൻ വിളിച്ചുകൊണ്ടുപോയി. നേരം വെളുത്ത് നാട്ടുകാർ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേനും ഡൽഹിയിലെത്തി. ഇപ്പൊ ഏത് ജയിലിലാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ല. ഇനി ഒരു കാലത്തും ജയിലിടിഞ്ഞാലും വെളിയിൽ വരത്തില്ല. അപ്പൊ അന്ന് ഇവിടെ പറഞ്ഞിരുന്ന ഈ പറയുന്ന PFI-കാരൻ ഈ രാജ്യത്തുടനീളം NGOs ഉണ്ടായിരുന്നു, അറിയാമോ? രാജ്യത്തുടനീളം പാവം പിടിച്ചവനെ പഠിപ്പിക്കാൻ കാശ്, നിർദ്ധന കുട്ടികൾക്ക് കാശ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പേര് കേട്ടാൽ സത്യസരണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരുകളൊക്കെ കേട്ടാൽ ഇത് PFI-കാരൻ്റെ ആണെന്ന് തോന്നത്തേ ഇല്ല. ആ പേര് കേട്ടാൽ തന്നെ അതിനകത്തൊരു പീസ്, ഏതാണ്ട് ഒരു വലിയ നമ്മൾ പറയത്തില്ല സന്യാസിമാരൊക്കെ നടത്തുന്ന പോലെ സാധനം. ഇങ്ങനെ ഈ ഫണ്ട് അതിനും ഈ ഫണ്ട് വരുന്നുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് പാവത്തുങ്ങളെ സഹായിക്കുകയാണ്. ആ പാവത്തുങ്ങളെ സഹായിച്ചതിന് ശേഷം ആ പാവത്തുങ്ങളെ ഇതുപോലെ ഇന്ത്യക്കെതിരെ പറഞ്ഞു, ഇപ്പം നമ്മൾ ഒരുത്തിന് ഭക്ഷണം മേടിച്ചു കൊടുക്കുക മാർഗമില്ലാത്ത അല്ലെങ്കിൽ മറ്റു കാണുമ്പോൾ അവനെ പറഞ്ഞ് വരുതിയിലാക്കി, അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പറയും നിങ്ങളെ ഞങ്ങൾ എല്ലാ രീതിയിലും സഹായിക്കാം, 10 ലക്ഷം രൂപയുടെ വീട് വെച്ച് തരാം, പിള്ളേരെ മൊത്തം പഠിപ്പിക്കാം, എഞ്ചിനീയർ ആക്കാം, പക്ഷെ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം, ഏത് പണിക്ക് നിൽക്കണം എന്നൊരു പറയുന്നത് നിവൃത്തികെട്ടവും പറയാം, പണിക്ക് നിൽക്കാം, അല്ലെങ്കിൽ മതപരിവർത്തനം നടത്താം. ഈ രീതിയിലേക്ക് ഒരു രാജ്യത്തിനകത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന അതിനും ഈ പറയുന്ന പോലുള്ള ഫണ്ടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതിന്റെ വേറൊരു വേർഷനാണ് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഇവര് ഈ കേരളത്തിനകത്ത് നേരത്തെ ഇലക്ഷൻ വന്നപ്പോൾ ഇവിടുന്ന് BJP നേതാക്കന്മാർ BJPക്ക് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യം വെച്ചിട്ടാണ് തടഞ്ഞു വെച്ചത്. അന്നും ചർച്ച ചെയ്തിട്ട് ബില്ല് പാസ്സാക്കുമെന്ന് പറഞ്ഞായിരുന്നു. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനിടയിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയി ഒരു ആതുരാലയോ അല്ലെങ്കിൽ വയോജന അങ്ങനെയുള്ള സംഘടന അങ്ങനെയുള്ള ഒരു NGO നടത്തുന്ന ഒരുപാട് പേര് കാണുമല്ലോ, അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാവൂല ഇത്രയധികം നിയമം കർക്കശമാക്കുമ്പോൾ? അല്ല, എങ്ങനെ ബുദ്ധിമുട്ടാവും? എന്നാലും അവർക്ക് അവരെയും സംശയദൃഷ്ടിയായിട്ട് ഞാനിപ്പം സംശയദൃഷ്ടിയോട് കൂടി നോക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ സന്ധ്യയെ പറ്റി പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് ബോധ്യപ്പെടുമ്പോൾ സംശയം മാറത്തില്ലേ? FCRA ബില്ല് പൈസ സന്ധ്യ മേടിക്കുന്നു, അല്ലെ സന്ധ്യക്ക് നിയമങ്ങൾ വരട്ടെ. നിയമങ്ങൾ വരുന്ന പറഞ്ഞാൽ FCRA ഫണ്ട് മേടിക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ് ചോദിക്കും, കുറ്റമല്ലോ ഉണ്ടോ, നിങ്ങൾ എന്തിനാണ് ഫണ്ട് വന്നത്? ഞങ്ങൾ ഇതുപോലെ വികലാംഗരായിട്ടുള്ള കുഞ്ഞുങ്ങളെ അവരുടെ അല്ലെങ്കിൽ അവരുടെ ഉദാഹരണത്തിന് വേണ്ടിയാണ് ആ വരുന്ന ഫണ്ട് അതിന് ഉപയോഗിച്ചിട്ടുണ്ടോ, എത്ര കൊച്ചുങ്ങളെ 10 കോടി രൂപ വന്നു, ഇതിനകത്ത് നിങ്ങൾ എത്ര ആൾക്കാരെ, ഇതിന്റെ കണക്കല്ലേ ചോദിക്കുന്നുള്ളൂ. ഈ പൈസ എടുത്തിട്ട് ആ പണിക്ക് വരുന്ന പൈസ എടുത്തിട്ട് വേറെ പണി ചെയ്തോ എന്ന് തിരക്കുന്നതിനകത്ത് കുറ്റമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ഏജൻസികളല്ലേ ഇത് പരിശോധിക്കുന്നത്. അപ്പൊ ഇതിന് അതിനും പൈസ അനുവദിച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ഓഡിറ്റർ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുത്തനെ ഇരുത്തി ആ കണക്കുകൾ കറക്റ്റ് ചെയ്യുന്നതിന് പോലും പൈസ ഇവർക്ക് എഴുതി മാറ്റിയിട്ട് ചെയ്യാമല്ലോ. അപ്പൊ അതിനകത്ത് വരുന്ന പൈസ അപ്പം NGOs മുഖേന ആതുര സേവന കേന്ദ്രത്തിന് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് വരുന്ന ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു ED കണ്ടെത്തി കഴിഞ്ഞു. ഈ കേസുകൾ പലപ്പം പരിശോധിച്ചതിന് ശേഷം പല കേസുകളും നിർണായകമായ തെളിവുകളായി. അത് കോടതിയിലായിട്ടുണ്ട്. അതിനകത്ത് ഒരു തെളിവാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്വാമിയുടെ പേര് ഞാൻ ഓർക്കുന്നല്ലോ, സ്വാമിയെ കൊന്നത്, മാവോയിസ്റ്റുകൾ കൊന്നതിന്റെ പുറകിൽ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് ആണ്. ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിന് ഈ കണ്ടമാനം ഫണ്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ ഈ പള്ളിയിലച്ചന്മാരും ഒക്കെ കിടന്ന് ചാടുന്ന പോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊന്നും ഈ പള്ളികൾക്കൊന്നും ഈ ഫണ്ട് വരുന്നില്ല. ഇതുപോലുള്ള ചില പറഞ്ഞില്ലേ ബെന്തിക്കോസ് സംഘടനകൾ മറ്റു പലർക്കും കോടാനുകോടി രൂപയാണ് വരുന്നത്. അപ്പൊ ഇത് രാജ്യത്തിനകത്ത് ദോഷമുണ്ടാക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട്. കാരണം 2014 ശേഷം രാജ്യത്തിന് ഗുണമല്ലാത്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് കലാപം ഉണ്ടാകുന്ന എങ്ങനെ, ഈ കലാപത്തിന്റെ പിറകിലാര്, അല്ലെങ്കിൽ ഇതിനൊക്കെ ആരാണ് ഇതിന്റെ പ്രേരണ കൊടുക്കുന്നത്, സ്ഥിരമായിട്ട് ഈ കലാപം ഉണ്ടാകുന്നത് എന്ത്. അപ്പൊ
അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ സാധാരണ ഈ PFI ഒക്കെ അതിന് മുമ്പത്തെ കാലം PFI ഒക്കെ നിരോധിച്ച് അന്ന് കുറെ എണ്ണത്തിന് പിടിച്ചോണ്ട് പോകും. യുവമാര് വേറെ ഒരു സംഘടന ഉണ്ടാക്കി, കണ്ടിട്ടില്ലേ നേരത്തെ സിമി നിരോധിച്ചതിന് ശേഷം NDF അങ്ങനെ ഏതൊക്കെ വന്നു. അങ്ങനെ ഇതൊക്കെ നിരോധിക്കുമ്പോൾ അടുത്ത സംഘടനയായിട്ട് അങ്ങ് മാറും. ഇപ്പൊ അവർ ഓരോ ദിവസവും ചോദ്യം ചെയ്തതിന്റെ അനുസരിച്ച് നമ്മൾ കണ്ടില്ലേ, NIA മാസത്തിൽ 2 വട്ടം വീതം കേരളത്തിൽ പലയിടത്തും പരിശോധന നടത്തുന്നു. കാരണം ഇവർ ഓരോ ദിവസവും തിരക്കി ഇതിന്റെ വേര് വരെ മാന്തിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് വളരെ കൃത്യമായിട്ട് കോടാനുകോടി രൂപ കൊടുത്ത് നമ്മുടെ രാജ്യത്തിനകത്ത് ആൾക്കാരെ നിർത്തി രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുഖം വളരെ ഈ സന്യാസി മുഖവും അല്ലെ പെന്തക്കോസ് മുഖവും ഒക്കെയാണ് മനസ്സിലാവുന്നത്. ഇപ്പം ആൾക്കാർ ശ്രദ്ധിക്കാത്തവരും ആൾക്കാർ മൊത്തത്തിൽ കുഴപ്പക്കാരായിട്ട് കണ്ടേക്കുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല. ഇത് സൈലന്റ് കില്ലർ അല്ലെങ്കിൽ എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്നവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അജണ്ട വെച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ്. അവരാണ് ഇതിന്റെ പുറകിൽ ബഹളം ഉണ്ടാക്കുന്നത്. ഇപ്പൊ സന്ധ്യ ചോദിച്ചതുപോലെ ഈ ഇവിടെ വരുന്ന പണത്തിന് കൃത്യമായ കണക്കുണ്ടായാൽ മതി. ഒരു ന്യൂനപക്ഷത്തിന്റെയും ഫണ്ട് തടയുന്നതിന് വേണ്ടിയുള്ള ബില്ലല്ല. പക്ഷെ ആ ബില്ലിനകത്ത് വരുന്ന ഫണ്ട് എവിടുന്ന് വരുന്നു, എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് കറക്റ്റ് ആക്കും. പിന്നെ നേരത്തെ ഈ ഫണ്ട് വന്നിട്ടുള്ളത് അതിനല്ലാതെ വേറെ എന്തെങ്കിലും മാർഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന രീതിയിലേക്കും ഈ ബില്ലിനകത്ത് ഭേദഗതിയുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു വേദനയാ ഈ പ്രാർത്ഥനയായിട്ട് വെടി വരുന്നത്. ഇനി പ്രാർത്ഥനയല്ലേ ഉള്ളൂ മാർഗം. കാരണം ഇവിടെ BJPക്ക് ഷോൺ ജോർജും PC ജോർജും ഒക്കെ ജയിച്ചാലും ചിലപ്പോൾ അവരെ എന്നാണെന്ന് തടഞ്ഞു പിടിച്ചാലും ഞങ്ങളെ ജയിപ്പിച്ചത് ഈ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരാന്ന് പറഞ്ഞേനെ. പക്ഷെ ഇനിയിപ്പോൾ അത് പറ്റത്തില്ലല്ലോ, തോറ്റുപോയി. അപ്പൊ ഇനിയിപ്പം ഏറ്റവും അവസാനത്തെ മാർഗം പ്രാർത്ഥന. പ്രാർത്ഥിച്ച് ഇനി മുമ്പേ മോദിക്കെതിരെ വലിയ പ്രാർത്ഥനകൾ പലയിടത്തും നടന്നിട്ടുണ്ട്. അതൊന്നും പക്ഷേ പ്രാർത്ഥിച്ചവർക്കെതിരായിട്ടാണ് മോദിക്ക് അനുകൂലമായിട്ടായിരുന്നു ദൈവം. ഈ പ്രാർത്ഥനയും മിക്കവാറും കേൾക്കാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.